കൂട്ടിച്ചേർക്കാനുള്ളത് ഇപ്പം ഇത്രയധികം അന്വേഷണങ്ങൾ നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 2026 പരിഗണിക്കാൻ പോകുന്ന ഒരു വിഷയത്തിൽ മന്ത്രിസഭാ തീരുമാനം വളരെ വേഗത്തിൽ വരേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യം അവിടെയുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, നിലവിൽ അന്വേഷണം നടക്കുന്നു എന്നുള്ളതുകൊണ്ട് സ്ക്രീനിംഗ് കമ്മിറ്റി 5 പേരുടെ പേര് പരിഗണിക്കുമ്പോൾ ഏത് കണ്ടീഷൻ്റെ പുറത്ത് ഏത് മാനദണ്ഡ പ്രകാരം എം.ആർ. അജിത് മാറ്റി നിർത്തും? ഒന്നിലധികം അന്വേഷണങ്ങളുണ്ടല്ലോ. ഏതൊക്കെ കാര്യത്തിലാണ് അന്വേഷണം നടക്കുന്നത് കൊണ്ട് സ്ക്രീനിംഗ് കമ്മിറ്റി പരിഗണിക്കില്ല എന്ന് DGPയെ പരിഗണിക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ മാനദണ്ഡം ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇതിപ്പോൾ പരിഗണിക്കേണ്ട ആവശ്യം എന്താന്നേ? നാളെ വരാൻ പോകുന്ന ഒരു കാര്യമല്ല. സ്ക്രീനിംഗ് കമ്മിറ്റി കൊടുക്കുന്ന 6 പേരുടെ ലിസ്റ്റ് ഈ മന്ത്രിസഭാ യോഗം ശരി, അങ്ങനെയാണ് മന്ത്രിസഭാ യോഗത്തിൽ ഇത് പറയാം. ഇതിപ്പോൾ അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥരാണ്, ആ കാര്യം പിന്നീട് തീരുമാനിക്കാൻ കമ്മിറ്റി പറയുന്ന കാര്യങ്ങൾ അതേപടി നടപ്പാക്കാനല്ല മന്ത്രിസഭ കൊടുക്കുന്ന ഒരു തീരുമാനത്തിൽ നിന്ന് മന്ത്രിസഭ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അത് ചട്ടപ്രകാരമായിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ മന്ത്രിസഭയ്ക്കെതിരെ ആയിരിക്കും തീരുമാനം എടുക്കാൻ പോകുന്നത്. ചട്ടപ്രകാരം RSS ADGP കൂടിക്കാഴ്ചയൊക്കെ ന്യായീകരിച്ചോളൂ. ഇതുവരെ ഒരു രാഷ്ട്രീയ മറുപടി മുഖ്യമന്ത്രി നൽകിയിട്ടില്ല. രാഷ്ട്രീയ മറുപടി ഇതിൽ നൽകേണ്ടതുണ്ട്. ഒരു DGP BJP ആയി, ഒരു DGP അപ്പാടെ BJP ആയിക്കോട്ടെ. ആ DGPയെ പിന്തുണച്ചുകൊണ്ട് നിയമസഭയിൽ സംസാരിച്ച നേതാക്കളാണ് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നത്. അല്ല, പ്രതിപക്ഷത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ആ പ്രതിപക്ഷമാണ് പറയുന്നത്. ADGP M.R. അജിത് കുമാർ BJP RSS നേതാക്കളെ കാണാൻ പോയതിന്റെ പേരിൽ DGP പ്രൊമോഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന്. ഏത് ചട്ടപ്രകാരം ഒരു RSS നേതാവിനെ കാണാൻ പോയതിന്റെ പേരിൽ സ്ഥാനക്കയറ്റം നിഷേധിക്കണമെന്ന് പറയുന്നത്? നിങ്ങൾക്ക് വകുപ്പ് കൊടുക്കാം. CP പറഞ്ഞ ആർഗ്യുമെന്റ് കറക്റ്റാ. ജനങ്ങളുമായി ഇടപഴകുന്ന ഒരു സുപ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഇയാൾ അയോഗ്യനാണ്, അതേ സംബന്ധിച്ചു. പക്ഷെ നിങ്ങൾ DGP എന്ന് പറയുന്ന സർവീസിലെ ഒരു സ്ഥാനക്കയറ്റമാണ്. ആ പ്രൊമോഷൻ എങ്ങനെ RSSനെ കണ്ടു എന്ന പേരിൽ നിഷേധിക്കും? ഞാൻ രാഷ്ട്രീയമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. മന്ത്രിസഭാ യോഗത്തിന് ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി കൊടുക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി പറയുന്ന അതേപടി അംഗീകരിക്കാനല്ലേ മന്ത്രിസഭ ഇരിക്കുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി പറയുന്നതിൽ നിന്ന് നോക്കൂ, 5 പേരുടെ ലിസ്റ്റ് അതാണ് ഞാൻ എണ്ണി പറഞ്ഞത്. ഒന്ന് മനോജ് എബ്രഹാം, ഒന്ന് സുരേഷ് രാജ് പുരോഹിത്, ഒന്ന് M.R. അജിത് കുമാർ, ഒന്ന് വിജയ് സാഖറെ, ഒന്ന് 2, 3, 4 അന്വേഷണം അടക്കം നേരിടുന്ന ഉദ്യോഗസ്ഥനാണല്ലോ. ഇതിൽ മനോജ് എബ്രഹാം, സുരേഷ് രാജ് പുരോഹിത്, M.R. അജിത് കുമാർ, വിജയ് സാഖറെ, 5 പേരുടെ ലിസ്റ്റ് കൊടുക്കണം. ഒപ്പം തന്നെ ക്രമപ്രകാരം 2026 വരേണ്ടതാണ് അജിത് കുമാർ. പക്ഷേ ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. ഈ പേരുകൾ പറയുന്നതിനൊപ്പം 2026 പരിഗണിക്കപ്പെടേണ്ട പേരാണ് അജിത് കുമാർ. പക്ഷേ ഇപ്പോൾ അന്വേഷണം നേരിടുന്നതുകൊണ്ട് ഇപ്പോൾ അതിന്മേൽ തീരുമാനം എടുക്കുന്നില്ല. ADGPയിൽ നിന്ന് DGP ആയി പ്രൊമോട്ട് ചെയ്യുന്ന 5 പേരുടെ ലിസ്റ്റ് കൊടുക്കണം എന്നുള്ളത് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ മാനദണ്ഡമാണ്. ആ സ്ക്രീനിംഗ് കമ്മിറ്റി സീനിയോറിറ്റി പരിഗണിച്ച് 5 പേരുടെ പേര് തയ്യാറാക്കുന്നു. ആ 5 പേരുടെ പേര് മന്ത്രിസഭയുടെ മുന്നിൽ വെക്കുമ്പോൾ എങ്ങനെ ഒഴിവാക്കും? സ്മൃതി പറ. അതല്ലേ ഇപ്പൊ പറഞ്ഞത്. എങ്ങനെ ഒഴിവാക്കും? അന്വേഷണം നടക്കുന്നതുകൊണ്ട് പരിഗണിക്കാൻ പറ്റില്ല എന്ന് ചട്ടത്തിലുണ്ട്. അതിപ്പോ പറയാൻ പറ്റില്ല. എങ്ങനെ പറയാൻ പറ്റും? മന്ത്രിസഭ തീരുമാനിക്കേണ്ട എന്ന് പറയാം. എങ്ങനെ മന്ത്രിസഭയ്ക്ക് തീരുമാനിക്കാൻ പറ്റും? മന്ത്രിസഭയ്ക്ക് ഇത്രയും അതെങ്ങനെയാ ലിസ്റ്റ് മുഴുവനല്ലോ പറയുന്നത്. നേരിടുന്ന ഉദ്യോഗസ്ഥനാണ്, അതിന്മേൽ പിന്നീട് തീരുമാനം എന്ന മന്ത്രിസഭയ്ക്ക് തീരുമാനിക്കാവുന്നതാണ്. എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? മന്ത്രിസഭയ്ക്ക് അങ്ങനെ വിവേചനാധികാരമുണ്ടോ സ്ക്രീനിംഗ് കമ്മിറ്റി കൊടുക്കുന്ന ലിസ്റ്റിൽ ഒരാളെ മാറ്റാൻ? ആ സ്ക്രീനിംഗ് കമ്മിറ്റി തീരുമാനിക്കുന്ന കാര്യങ്ങൾ അതേപോലെ നടപ്പാക്കാനാണ് മന്ത്രിസഭയെങ്കിൽ അങ്ങനെ മതി. ഈ സർക്കാർ സാങ്കേതികത്തിൽ പ്രവർത്തിച്ചാൽ മതി. രാഷ്ട്രീയമില്ലാതെ മന്ത്രിസഭയ്ക്ക് പൊളിറ്റിക്കലായിട്ട് പ്രൊമോഷൻ തടയാൻ എവിടെ അധികാരമുള്ളത്? ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. ചട്ടത്തിൽ പൊളിറ്റിക്കലായിട്ട് മന്ത്രിസഭയ്ക്ക് മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. സർവീസ് റൂൾ അല്ലേ? അത് UPC റൂൾ അല്ലേ? അതിലെങ്ങനെ മന്ത്രിസഭയ്ക്ക് ഇടപെടാൻ പറ്റുക? ഏതെങ്കിലും തരത്തിൽ മെമ്മോ കൊടുത്ത ഒരാളുടെ പേര് ഈ ചാർജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയാം. മെമ്മോ കൊടുത്തിട്ടില്ല, ചാർജ് ഷീറ്റ് ഉൾപ്പെട്ടിട്ടില്ല, FIR ഇല്ല. പിന്നെ ഏതു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭ ഈ സ്ക്രീനിംഗ് കമ്മിറ്റി പ്രാഥമിക അന്വേഷണം മാത്രം മതി എന്ന് തീരുമാനിച്ചത് ഏത് തരത്തിലാണ്? ആര് പറഞ്ഞു പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന്? പ്രാഥമിക അന്വേഷണമായിരുന്നു ആദ്യഘട്ടത്തിൽ നടന്നത്. അതിനുശേഷം DGP നടന്ന പ്രാഥമിക അന്വേഷണം അല്ലല്ലോ. ശരി, അതിന്റെ റിപ്പോർട്ട് എവിടെ? ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്നാലല്ലേ പറ്റൂ. റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് എങ്ങനെയാ? റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നോക്കൂ. നമ്മളിവിടെ ഗോപാലകൃഷ്ണന്റെ കാര്യത്തിലും പ്രശാന്തിന്റെ കാര്യത്തിലും ഒക്കെ എങ്ങനെയാണ് രാഷ്ട്രീയമായും ഒക്കെ തീരുമാനങ്ങൾ? അതുപോലെയാണോ പ്രൊമോഷന്റെ കാര്യം? ഇല്ല, പ്രൊമോഷന്റെ കാര്യത്തിലും ഈ കാര്യം ഇപ്പോൾ പരിഗണിക്കും. ഇപ്പോൾ അത് പറയുന്നില്ല എന്നെങ്കിലും പറയാലോ. എങ്ങനെ പറ്റും? നിങ്ങൾ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ നിന്ന് 5 പേരിൽ ഒരാളുടെ പേര് നിങ്ങൾ എങ്ങനെ ഒഴിവാക്കും? ഞാൻ അഭിപ്രായം പറഞ്ഞു. അല്ല, അഭിപ്രായം പറയുമ്പോൾ അതിനൊരു വസ്തുതാപരമായി പറയണ്ടേ? രാഷ്ട്രീയമില്ലാതെ മന്ത്രിസഭാ യോഗത്തിന് തീരുമാനമെടുക്കാൻ രാഷ്ട്രീയമില്ലാതെ എടുക്കേണ്ടി വരുമെന്നാണ് താങ്കൾ പറയുന്നെങ്കിൽ അങ്ങനെ ആവട്ടെ. ഇടത് സർക്കാരിന് നൽകുന്ന റിപ്പോർട്ട് അതേപടി അംഗീകരിക്കാൻ മാത്രമേ കഴിയുള്ളൂ എന്നെങ്കിൽ അത്ര ദുർബലമാണ് ഈ സംവിധാനങ്ങൾ. അങ്ങനെ ആവട്ടെ. ദുർബലമല്ല, അത് ശക്തിയാണ്. നാളെ ഏതെങ്കിലും മന്ത്രിസഭയുടെ പേരിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് അർഹതപ്പെട്ട സ്ഥാനക്കയറ്റം നിഷേധിക്കാതിരിക്കും
അറിയിക്കാനുള്ളതാണ് ഈ സർവീസ് റൂൾസ്. ശരി, അർഹതപ്പെട്ട ആ സംവിധാനത്തെ കുറിച്ചാണല്ലോ നമ്മൾ കുറെ കാലം ചർച്ച ചെയ്ത. അദ്ദേഹത്തിന്റെ അർഹതയെ പറ്റിയാണല്ലോ. എന്താണ് അർഹത? മാറ്റുന്നില്ല. അർഹതയുടെ കുറവെന്താണ്? അർഹതയുടെ കുറവെന്താണ്? ചട്ടപ്രകാരം അജണ്ടയിൽ ഇല്ലാതെ LDF-ൽ ചർച്ച ചെയ്തിട്ടാണല്ലോ ഇതൊക്കെ നടന്ന കാര്യങ്ങൾ. വായിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇതൊക്കെ നമ്മൾ സ്റ്റുഡിയോ റൂമിലിരുന്നും നമ്മൾ മാധ്യമപ്രവർത്തകർ പറയാണ് ഈ സർക്കാർ ചെയ്ത് ശരിയല്ല. ചട്ടപ്രകാരം അതേ ചെയ്യാൻ കഴിയുമെങ്കിൽ അതല്ലേ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ ചട്ടം മാറ്റൂ. ഓരോ സർവീസ് ഓരോ ഉദ്യോഗസ്ഥന്റെയും സ്ഥാനക്കയറ്റത്തിൽ മന്ത്രിസഭയ്ക്ക് പൊളിറ്റിക്കലായി തീരുമാനമെടുക്കാം എന്നതാണോ നമ്മുടെ അഭിപ്രായം? ബ്യൂറോക്രസിയിൽ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ പക്ഷം. അഭിപ്രായത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, മന്ത്രിസഭാ യോഗമെടുത്ത തീരുമാനത്തെ കുറിച്ച്. ഇതൊരു ബ്യൂറോക്രാറ്റിക് എഫേർട്ട് ആണെന്ന് ADGP DGP ആക്കുക എന്നുള്ളത്. സർക്കാർ കൂടെയുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ. Meet the editors.